ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുദേ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം കാഞ്ചന പറഞ്ഞ് അയ്യപ്പേട്ടൻ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടനാണെങ്കിൽ ഒരു രക്ഷയില്ല, സമാധാനം കിട്ടുന്നേ ഇല്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഗീതു കുഞ്ഞിന് എന്തു പറ്റി, അതുപോലെ ഗോവിന്ദൻ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിന് യാതൊരു സമാധാനവും ഇല്ലാതെ ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ടും കിട്ടുന്നില്ല. കിട്ടാതെ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടെൻഷൻ കൂടി. ഈ സമയത്ത് കാഞ്ചന പറഞ്ഞു എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണമെന്ന്. അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തൻ്റെ ഗണപതി കുഞ്ഞിലാണ്. തൻ്റെ ഗണപതി കുഞ്ഞ് ഗീതുവിനെ രക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തൻ്റെ ഗണപതി കുഞ്ഞിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം പോയി. അവിടെ പോയി നിന്ന് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും, എൻ്റെ ഗീതു കുഞ്ഞിനൊരാപത്തും വരുത്തരുത്, എൻ്റെ ഗീതു കുഞ്ഞിന് എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും ഞാനിവിടെ ഈ ദീപം തെളിയിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. എൻ്റെ ഗോവിന്ദൻ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജീവിതമാണെന്നും അവനത് കൈമോശം വന്നു പോകരുതെന്നും ഒരിക്കലും ഗീതു എൻ്റെ ഗോവിന്ദൻ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോകരുതെന്നും അവളുടെ ആയുസങ്ങ് എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ ഇവിടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഗീതുവിൻ്റെ ജീവനൊരാപത്തും വരാതെ നാളെ നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് നമ്മുടെ വിജയലക്ഷ്മി അവിടെ പുതിയ പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ പൂജാമുറിയിൽ ഉപവാസം തന്നെ ആ അമ്മയും ഇരിക്കുവാണ്. അങ്ങനെ ഗീതുവിനെ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകരുത് ഗോവിന്ദന്. തൻ്റെ ജീവിതത്തിൽ താൻ ആദ്യമായി ഗീതുവിനെ കണ്ടുമുട്ടിയത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയല്ലോ എന്നുള്ളൊരു മനപ്രയാസവും കൂടി അവർക്കുണ്ട്. ആ മനപ്രയാസവും എല്ലാം മനസ്സിലിട്ടിങ്ങനെ വല്ലാണ്ടിതാക്കിക്കൊണ്ടാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഗീതുവിൻ്റെ ജീവിതത്തിൽ ഗീതുവിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഗീതു മരിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലേറെ ആൾക്കാർ ഗീതു ജീവിക്കണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോണു. ഈ സമയത്ത് വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ പ്രിയ അവിടെ വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും അവരെല്ലാവരും പ്രിയയുടെ അടുത്തേക്ക് വന്നു എന്താണ് വിവരം എന്നറിയാനായിട്ട്. അപ്പോൾ ഗീതുവിന് പറ്റിയ ആ ഒരു ആക്സിഡൻറ്റിനെ പറ്റി നമ്മുടെ പ്രിയ പറഞ്ഞത് കേട്ടതും വിലാസിനിയും ഭദ്രനൊക്കെ ഞെട്ടിപ്പോയിട്ടോ. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യമാണ് ഞാൻ പറഞ്ഞത്, ഗീതു ചേച്ചി ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുക. കാരണം പ്രിയയ്ക്ക് ഒരവസ്ഥയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നും. അപ്പോൾ ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയൊന്നും കാര്യമാക്കാതെ ഞാൻ പോകും, കാരണം എനിക്ക് വേണ്ടിയാണ് ഗീതു ചേച്ചി നീ അവസ്ഥയിലായതെന്നുള്ള കാര്യം പറഞ്ഞു. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നതെന്ന് അന്നേരത്തേക്ക് വിലാസിനി കരഞ്ഞുകൊണ്ട് ചോദിക്കുക. പിന്നെ അല്ലേ എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെയും ഈ വിനോദിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഗീതു ചേച്ചി എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ചത്. എൻ്റെ ഏട്ടനെ എന്ന് ഗീതു ചേച്ചി കല്യാണം കഴിച്ചോ അന്ന് തൊട്ടുള്ള കഷ്ടകാലം എൻ്റെ ഗീതു ചേച്ചിക്ക്. ഗീതു ചേച്ചിയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ കല്യാണം നടന്നതോടുകൂടി എൻ്റെ ഗീതു ചേച്ചിയുടെ തലവര തന്നെ മാറി മറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടലും കരച്ചിലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അച്ഛനും അമ്മയും അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു. അവരിൽ നിന്ന് കരയുന്നൊക്കെ ഉണ്ട് ഗീതുവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഗീതുവിനെ ഒന്ന് കാണും അല്ലെങ്കിൽ ഗീതുവിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റും, ആ ഒരു മെത്തേഡിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും കണ്ടില്ലേ വിനോദേ, നമുക്ക് വേണ്ടി നമ്മുടെ ഗീതു ചേച്ചി തൻ്റെ ജീവൻ പോലും ഇപ്പോൾ കളയാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്ക് ഇതിലൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിനോദിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വിനോദ് എന്തു പറയാനാ, ഇപ്പം ചേച്ചി മരിച്ചാലും ആര് മരിച്ചാലും വിനോദിന് കിട്ടാനുള്ള ആ ഒരു തുക കിട്ടണം, അത്രയേ ഉള്ളൂ വിനോദിന്. അങ്ങനെ പ്രത്യേകിച്ച് കൂടപ്പറപ്പ് സ്നേഹമോ കാര്യങ്ങളൊന്നും വിനോദിന് ഇപ്പം ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ വിനോദ് വേറൊരാളായി മാറിയിരിക്കുകയല്ലേ. അങ്ങനെ അവരവിടെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഗീതുവിൻ്റെ മരണവാർത്ത കേൾക്കാനായിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ഇവിടെ അമ്മയും മകനും ഇരിക്കുന്നു. ഈ സമയത്ത് അയ്യപ്പേട്ടൻ ഗണപതി കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. അവിടെ നിന്ന് അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ, ഗണപതി കുഞ്ഞിന് സ്വസ്ഥത കൊടുക്കാതെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊണും ഉറക്കം എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിന് കാവലിരിക്കുക. ഗീതുവിന് എപ്പോഴാണ് ബോധം തെളിയുന്നത്, ഗീതുവിൻ്റെ ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ എന്നൊക്കെ അറിയാതെ, ഒരു സമാധാനവും കിട്ടാതെ, ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ നമ്മുടെ ഗോവിന്ദൻ നമ്മുടെ ഗീതുവിന് കൂട്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഗോവിന്ദൻ ഡോക്ടറോട് പ്രത്യേകം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഗീതുവിൻ്റെ അരികിൽ പോയിരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഗോവിന്ദനെ അകത്തേക്ക് കയറ്റി വിടാൻ ഡോക്ടറും തയ്യാറായി. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിൻ്റെ അരികിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു. പോയിരുന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ നിറകണ്ണുകളോടുകൂടി നോക്കിയിരിക്കുക. ആ സമയത്ത് ഗീതുവുമായിട്ട് ചിലവഴിച്ചിരുന്ന പണ്ട് കാലത്തെ കാര്യങ്ങൾ, ഇവരുടെ സ്നേഹം, ഇവരുടെ വഴക്ക്, ഇവരുടെ ആ ഒരു സസ്പെൻസ്, സർപ്രൈസ്, ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക.
ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് ഓരോന്നിങ്ങനെ അങ്ങോട്ടിങ്ങനെ ഓരോന്ന് പറയുവാണ്. എന്തിനാ എന്നോട് ഈ ചതി നീ ചെയ്തത്? അപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് തന്നെയാണ് ചോദിച്ചത്, എന്തിനാ നീ എന്നോട് ഈ ചതി ചെയ്തതെന്ന്. ഇപ്പോഴും ഗോവിന്ദൻ അത് തന്നെയാണ് ചോദിക്കുന്നത്, എന്തിനാണ് നീ എന്നോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ. ഒരു നിമിഷത്തേക്ക് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുവിടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ഗീതുവിനോട് ചോദിക്കുക കേട്ടോ. അപ്പോഴും ഗീതു ഇങ്ങനെ ആ ഒരു ഓക്സിജൻ മാസ്കിൻ്റെ ഇതോട് വെച്ചതുകൊണ്ട് തന്നെ ഗീതു ഇങ്ങനെ ശ്വാസം എടുത്തു വിടും. അപ്പോൾ അതിൻ്റേതായ ഇത് മാത്രമേ ഇപ്പോൾ ഗീതുവിന് നിലവിലുള്ളൂ. അല്ലാതെ വേറെ യാതൊരു വിധത്തിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഗീതുവിനില്ല. പക്ഷേ ഗോവിന്ദൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി ഗീതുവിൻ്റെ കഴുത്തേലേക്ക് ഈ ഗോവിന്ദൻ കൊണ്ടിട്ടതും പെട്ടെന്ന് നമ്മുടെ ഗീതുവിന് വലിയൊരു ചേഞ്ച് തന്നെ സംഭവിച്ചു. ഈ സമയത്ത് അവരെല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുമായിരുന്നു. കാരണം അതുവരെ വലിയ അനക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത നമ്മുടെ ഗീതു പെട്ടെന്ന് ദീർഘശ്വാസം വിടുന്നു. ഗീതുവിൻ്റെ ആ ഒരു ലെവലിലേക്ക് മാറ്റങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഇവരിതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക കേട്ടോ. ഡോക്ടറും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഗീതുവിൽ വന്നു. പക്ഷേ ആ ഒരു മാറ്റം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗീതുവിൽ കൂടുതൽ ചലനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഇവർക്ക് ടെൻഷനായി. ആ ഒരു നേരത്തേക്ക് ഗീതു ഇങ്ങനെ കൂടുതൽ ഒരു ഇതായി കാണിച്ചത് കൊണ്ട് തന്നെ ഗോവിന്ദൻ്റെ സാമീപ്യം ഗീതുവിന് വേണ്ടുവോളം കിട്ടിക്കഴിഞ്ഞാൽ ഗീതുവിന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് ഡോക്ടറൊക്കെ അങ്ങനെ അങ്ങ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഗോവിന്ദനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഗീതുവിൻ്റെ അരികിൽ പോയിരുന്ന് ഗീതുവിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുക. കണ്ണു തുറക്കുക ഗീതു, നീ ഓർക്കുന്നില്ലേ നിനക്ക് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ. അങ്ങനെ ഗോവിന്ദൻ ഈ കാര്യമെല്ലാം പറഞ്ഞിങ്ങനെ എണ്ണി പറക്കിക്കൊണ്ടിരുന്നിട്ടും ഗീതുവിന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. മഹേഷ് വന്നിട്ട് ഗോവിന്ദനെ വിളിച്ചപ്പോൾ ഗോവിന്ദൻ ഇറങ്ങിച്ചെന്നു. നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷ് ഇങ്ങനെ ചോദിക്കുക. ആ സമയത്താണ് ഈ കിഷോറിൻ്റെ കാര്യങ്ങൾ വീണ്ടും ഇവർക്കിടയിലേക്ക് സംസാര വിഷയമായിട്ട് വരുന്നത്. അങ്ങനെ ഈ കിഷോറിനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് തന്നെ വിളിച്ചു. മഹേഷിനെ കൊണ്ട് ഗോവിന്ദൻ വിളിപ്പിച്ചു. മഹേഷ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവനാകെ ടെൻഷനും പേടി. ഇവൻ എന്നിട്ട് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്ന് മഹേഷ് പറഞ്ഞു. ഇവൻ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ എല്ലാ കള്ളക്കളികളും നിൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ കിഷോറിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കിഷോർ പോലും അറിയാതെ കിഷോറിനെ തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നു ഗോവിന്ദൻ. എന്നിട്ട് അവനെ ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി തിരിച്ച് ചോദിച്ച് അവനെ ചവിട്ടി കൂട്ടാൻ തന്നെയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഗീതുവിനോട് ചെയ്ത ക്രൂരതയും അതുപോലെ അവൻ ഇനി ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളും ഒക്കെ എണ്ണി പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അവനെ എട്ടിത്തിട്ട് ചവിട്ടിക്കൂട്ടി മേദിച്ച് ഓടിച്ചു മടക്കി ഒരു മൂലക്കിരുത്താൻ എന്ന ആ ഒരു അടിപൊളി സിറ്റുവേഷനോട് കൂടിയുള്ളൊരു എപ്പിസോഡാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.